ഇനി ഇങ്ങനൊരു സന്തോഷം പറയണമെങ്കിൽ ചിലപ്പോ വർഷങ്ങൾ കഴിഞ്ഞാലേ ഇങ്ങനൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. കണ്ണി കുത്തിയോ? മൂക്കിനിട്ട് കുത്തിയോ? എവിടെയാ കുത്തിയേ? എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞങ്ങള് ഇന്ന് രാവിലെ ചെറിയൊരു യാത്രയിലാണ്. യാത്ര നമ്മുടെ ആദിക്കുട്ടന്റെ സ്കൂളിലേക്കാണ്. ആദിക്കുട്ടന്റെ സ്കൂളിൽ ആദ്യമായിട്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ, ആദിക്കുട്ടന്റെ ഫസ്റ്റ് ടൈമില്. അപ്പോ ഇന്ന് അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുണ്ട്. കുറെ സന്തോഷ വാർത്തകളൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബത്തിലെ സന്തോഷ വാർത്ത. അതെ, നമ്മുടെ കുടുംബത്തിലെ സന്തോഷ അവിടെ എന്തോ സന്തോഷം പറഞ്ഞല്ലോ, സന്തോഷ വാർത്ത. അപ്പൊ സന്തോഷ വാർത്ത രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ട് സന്തോഷ വാർത്ത. നമുക്ക് ഈ ഇച്ചിരി കഴിഞ്ഞിട്ട് സന്തോഷ വാർത്ത പറയാവേ. ഞങ്ങൾ പോകാൻ സമയം പോയിട്ട് ഇറങ്ങുന്നത്. മമ്മി വീട്ടില് ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് പറയാനുണ്ട്. അതെല്ലാം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പറയാം. അങ്ങോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്ത് വെച്ചെന്ന് മാത്രം അല്ലേ. എന്നാ പിടിച്ച ഫോൺ പിടിച്ചോ. അപ്പൊ ഞങ്ങള് പൊക്കോണ്ടിരിക്കുകയാണ്. ആദ്യക്കുട്ടി ഓക്കെ. അപ്പൊ ഞങ്ങള് എല്ലാം പോവാണ്. ഞങ്ങള് പുറകിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചായനെ കിട്ടത്തില്ല. ഇതാ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുവാട്ടോ. ഇന്ന് നല്ല വെയിലുണ്ട്, നല്ലൊരു പ്രകാശമുള്ള ദിവസമല്ലേ ചായ? നല്ല പ്രകാശമുള്ള ദിവസം, നല്ല കുരുക്കുണ്ട്. നമുക്കിനി വന്നിട്ട് കാണാം. അതെ, വന്നിട്ട് കാണാൻ കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. വണ്ടി പേടിയാണോ? കേറാ കേറേ. കാലി ചവിട്ടിട്ട് പോക്കണോ? ഒന്ന് ഇരുന്ന് കാണിച്ചേ. കാണിക്കൊന്നുമില്ല, വേണമെങ്കിൽ പറഞ്ഞു തരാം അല്ലേ. സ്കൂളിൽ വന്ന് ഭയങ്കര നാണക്കാരനാണേ. പോയില്ലേ? കണ്ണുട്ടി അവൻ പേടിച്ചു. അടിക്കേ ഒന്ന് കാണട്ടെ. പോട്ടെ പോട്ടെ. അന്നൊരു കാല് പൊക്കാണോ? ഇതുണ്ടോ? ഇവരടുന്ന് കണ്ടോ? അതുപോലെ അടിക്കേ. ഞാൻ സൗട്ടുന്നില്ലേ? രണ്ടുപേരും ഇതാ ഊഞ്ഞാലെ കേറി ആടുകയാണ്. ഇല്ല, മുന്നോട്ടായോ നോക്കണേ. എന്നാലുവേ അതിന് പണ്ടേ അത് പേടിയാണല്ലോ നമ്മുടെ അവിടെ കെട്ടുമ്പോഴേ. അതിക്ക് പേടിയാണേ. അമ്മ കൊണ്ടുപോകുന്ന കയറ്റി തന്നെ. എന്നിട്ട് പോ, ചെല്ലേ, അമ്മയുടെ അടുത്ത് ചെല്ലേ. പോവാ, അമ്മ പോവാ. അവള് പോരുന്നില്ല കേട്ടോ. അലക്ക് കഴിക്കാൻ പോന്നിട്ട് കയറും. ഓ സ്വാഗതോ. ആ പഴം. ഞങ്ങള് ബനാന. അതിന്റെ പൊന്നെ, അടുത്ത ആള് ബനാന. അപ്പൊ ഞങ്ങള് ആദ്യക്കുട്ടന്റെ സ്കൂളിലൊക്കെ പോയി ആദ്യക്കുട്ടന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അതെ, എന്നിട്ട് നമ്മള് തിരിച്ച് തോപ്രാംകുടി പോയി സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ചു വരുമ്പോഴാണ് വീഡിയോയുടെ ബാക്കി എടുക്കണല്ലോ എന്ന് ഓർത്തത് അല്ലേ. അതെ അതെ അതെ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒന്നാമത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിലിപ്പം മമ്മി ഇല്ല. മമ്മി ഇപ്പൊ വീട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പൊ ഒരു 3 ദിവസത്തിൽ കൂടുതലായി അല്ലേ. 3-4 ദിവസമായി നമ്മള് മമ്മി വീട്ടിൽ നിന്ന് പോയിട്ട്. വേറെടുത്തേക്കല്ല, പെങ്ങളുടെ അടുത്തേക്കാണ്. അപ്പൊ മമ്മി ഇനിയിപ്പൊ ഈ ദിവസം നാളെ തിരിച്ചു വരും. ഞങ്ങൾക്കൊന്ന് അങ്ങോട്ട് പോകാനുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ തിരിച്ച് മമ്മി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറേ നാളായി ഈ കാര്യം ഒന്ന് പറയണം, വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതുവരെ നടന്നില്ല. ഇന്നാണ് അതിനൊരു സമയം കിട്ടിയത്.
അപ്പൊ നമുക്ക് കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ഫേസ്ബുക്കിൽ 1 മില്യൺ ഫോളോവേഴ്സ് ആയെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. പക്ഷെ 1 മില്യൺ കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ് 1 ലക്ഷം ഫോളോവേഴ്സ് വീണ്ടും ആയി. 11 ലക്ഷം ഫോളോവേഴ്സ് ആയി നേരപ്പോഴത്തേക്കും. 1 മില്യൺ അടിച്ചെന്നുള്ള സന്തോഷം പറയാൻ വേണ്ടിയായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിരുന്നത്. പക്ഷെ അത് ഇപ്പൊ ചെയ്തു വന്നപ്പോഴത്തേക്കും 1 മില്യൺ കഴിഞ്ഞ് വീണ്ടും 1 ലക്ഷം കൂടെ ആയി കേട്ടോ. അങ്ങനെ 11 ലക്ഷം. ഞങ്ങളുടെ ഫേസ്ബുക്ക് അങ്ങനെ 1 മില്യൺ ഫോളോവേഴ്സ് കടന്നിരിക്കുകയാണ്. അതെ. പിന്നെ അതുപോലെ അടുത്തൊരു സന്തോഷം എന്ന് പറയാൻ വന്നെന്ന് പറഞ്ഞാല് നമ്മുടെ യൂട്യൂബ് ചാനലിൽ 7 മില്യൺ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം കുറേ നാളായിട്ട് 6 മില്യൺ കഴിഞ്ഞ് കുറേ നാളായിട്ട് ഒരു 1.5 വർഷം 2 കൊല്ലം ആയെന്നിരിക്കും. 1.5 കൊല്ലത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു 6 മില്യൺ അടിച്ചിട്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ സമയത്ത് 2-3 മില്യണൊക്കെ ഉള്ള 10 മില്യണൊക്കെ കഴിഞ്ഞു പോയി. നമ്മൾ മാത്രം കണ്ടമാനം പുറകോട്ട് പോയി കേട്ടോ. അതൊരു വലിയ സന്തോഷമാണ്. കാരണം ഇനി ഇങ്ങനൊരു സന്തോഷം പറയണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലേ ഇങ്ങനൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില സമയങ്ങളിൽ പെട്ടെന്ന് ഇതൊക്കെ ഒരു ഭാഗ്യം പോലെ കേട്ടോ. അതെ അതെ. പക്ഷെ ഭാഗ്യം മാത്രം പറയാൻ പറ്റില്ല. നല്ല കഥ വീഡിയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോ നല്ല കണ്ടന്റുകളും കൂടെ കൊടുക്കുവാണെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ 1.5 വർഷമായിട്ട് നല്ല കണ്ടന്റുകൾ അധികം ഒന്നും കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് നല്ലത് വരുമ്പം വീഡിയോ ഓടും, അല്ലാതെ വരുമ്പോൾ അധികം ഓട്ടം കുറയും. എന്തൊക്കെയാണ് ഈ 7 മില്യണിലേക്ക് എത്താനായിട്ട് ഇത്രയും താമസം വന്നത്. അപ്പോ ഞങ്ങൾ അന്നോട്ട് പറയായിരുന്നു ഒരു വീഡിയോ എടുക്കണം, എല്ലാവരോടും നന്ദി പറയണം. കാരണം ഒരുപാട് പേരുടെ സപ്പോർട്ട് സഹകരണം ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പൊ നമ്മളിപ്പോ ലോങ് വീഡിയോസ് ഇടുന്നത് വളരെ കുറവ് മാത്രമാണ്. പണ്ടൊക്കെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ എടുക്കുമായിരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ മടിയാണ് ഇപ്പൊ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. ഇപ്പൊ ലോങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ സംഭവങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ മാത്രം അത് അറിയിക്കാൻ വേണ്ടി മാത്രമേ ഇപ്പൊ വീഡിയോ എടുക്കുന്നുള്ളൂ. അല്ലാതെ ഷോർട്ട് വീഡിയോ ഒന്നും ഉണ്ട് കേട്ടോ. അതെ. ഇപ്പോഴാണ് ഞാൻ നമ്മുടെ ടയറിന്റെ കാറ്റൊന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഇതിലേ വന്നപ്പോഴാണ് പെട്ടെന്ന് വണ്ടി ചെക്ക് ചെയ്യുന്നത് കണ്ടപ്പോ ഒരു ടയറിന്റെ കാറ്റൊന്ന് ചെക്ക് ചെയ്യണം. നാളെ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പരിപാടിയുണ്ട് അല്ലേ? നാളെ നമുക്കൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. അതിന്റെ എന്തായാലും വീഡിയോ വേറെ സെപ്പറേറ്റ് വരുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ വേറെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിനി നേരെ വീട്ടിൽ പോകുന്നു. നാളത്തെ പരിപാടികളാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്റെ സൗണ്ട് ഒക്കെ ഒന്ന് മാറിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കുറച്ച് പണിയെടുത്തു. അത് നോക്കി ഇച്ചിരി പരിപാടിയായിരുന്നു. ഇച്ചിരി ടച്ചിങ്സ് ഒക്കെ ചെയ്തതാണ് പെരയുടെ. ഇവര് പേനയ്ക്ക് കുറെ വരച്ച് വരയ്ക്കാവൊക്കെ വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഇച്ചിരി പെയ്ത് തൂത്തു. കുറച്ച് വെയിൽ ഇന്നലെ കൂടുതൽ കൊണ്ടു. അതുകൊണ്ട് ചെറിയൊരു ജലദോഷം പിടിച്ചു. നമ്മള് ഇതിപ്പം വീഡിയോ അധികം ആളുകളിലേക്ക് എത്തുകയല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വീഡിയോ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുള്ളതാ കേട്ടോ, ഇല്ലാത്തതല്ല, ഉള്ളതാണ്. നമ്മൾ പണ്ട് ഇങ്ങനെ വീട് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേർക്ക് സംശയമായിരുന്നു വീട് പറയുന്നതാണ്. പിന്നെ അതുമല്ല, അത് ആ വീഡിയോ കണ്ടിട്ട് കുറെ പേര് ചോദിച്ചാൽ നിങ്ങൾ ചുമ്മാ വീഡിയോ ഇട്ട് ഇതുവരെ വിറ്റില്ലേ, ഇതുവരെ ഒന്നും ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. വരുന്നുണ്ട്, കുറെ പേര് വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും അങ്ങോട്ട് നമ്മുടെ ഇതുമായിട്ട് അങ്ങോട്ട് ആയി വന്നിട്ടില്ല. കാരണം ഒരു ബലഭാഗം കൊണ്ടോ ചുമ്മാ നമ്മളെ കൊടുക്കുകയല്ലോ കേട്ടോ. കാരണം ചില ചുമ്മാ എന്താ പറയാ എമർജൻസി ആയിട്ട് കൊടുക്കുന്ന വെറുതെ കൊടുക്കാനല്ല, നമുക്കൊരു ന്യായമായ ഇതൊക്കെ കിട്ടിയാലേ നമ്മൾ കൊടുക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ കൊടുത്തേ മതിയാവും എന്നുള്ള അവസ്ഥയല്ല. നമ്മള് ന്യായമായിട്ട് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കണം എന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതിങ്ങൾ പിള്ളേരുള്ളപ്പോ എന്തായാലും ഇവര് ഭിത്തിയെ വരയ്ക്കാതിരിക്കത്തില്ല. അവർക്ക് വരയ്ക്കൂല, പോർക്കുകയും ചെയ്യും. പേന പെൻസിലൊന്നും വേണ്ട, കൈ കെട്ടുന്ന സാധനം വെച്ച് ഭിത്തി വലിച്ച് പോർച്ചിടും. അപ്പൊ അതൊക്കെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു. ഒന്നുമില്ലേ? പിന്നെ ഞങ്ങള് നാളെ കട്ടപ്പനയ്ക്ക് പോകുന്നുണ്ട്. കട്ടപ്പനയ്ക്ക് പോകുമ്പോൾ ചില സിനിമ കാണാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജനനായകൻ അല്ലടി. ജനനായകൻ പടം അത്ര വലിയ മെച്ചമൊന്നും ഇല്ലെന്നാണ് എല്ലാരും പറയുന്നത്. എന്നാലും എന്റെ എല്ലാം ചുമ്മാ നമ്മള് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞ റിവ്യൂ ഒക്കെ വരുന്നത് കണ്ടത്. ഇപ്പൊ റിവ്യൂസ് നമ്മൾ കണ്ടിട്ട് അതിനെ വിലയിരുത്താറില്ല. എന്നാൽ പോലും കേട്ടിടത്തോളം നമ്മുടെ അളിയനൊക്കെ പോയി കണ്ട. അപ്പൊ കണ്ടിട്ട് വലിയ ഇതൊന്നും അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ എന്തായാലും പോയി കാണും. അത് രണ്ടാമത്തെ ഇതാണ്. മെയിൻ ആയിട്ട് വേറൊരു കാര്യമുണ്ട്. അതെ, മെയിൻ ആയിട്ടുള്ള കാര്യം വേറെ കേട്ടോ. അത് നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല. അത് ഫുൾ സർപ്രൈസ് ആയിട്ട് നാളത്തെ വീഡിയോ കാണാം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഇപ്പം എന്താ പറയാ, ഇനി ചെല്ലുന്നു.
ആദ്യക്ക് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. സാറ്റർഡേ ആണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. മുഖം കാണാൻ വേണ്ടി, നിന്റെ മുഖം കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി പിടിക്കുന്നു. പക്ഷെ ഇപ്പൊ കാണാം. ഇപ്പൊ ഇവ തല കൊണ്ട് വെച്ച് മാറിക്കും, തല കൊണ്ട് വെച്ച് മാറിക്കും. ഞാനപ്പോ ഇങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി പിടിക്കും. മാറ്റി പിടിക്കുന്ന അനുസരിച്ച് ആശാൻ അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടിച്ചോണ്ടേ ഇരിക്കും. സ്കൂളിൽ സ്കൂളില് വെറും പഞ്ചപാവം. സൈലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഭയങ്കര ശാന്തനാണ്. എന്നെ പോലെയാണോ നീയും? പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. അല്ലാതെ ഒരു ഓവറായിട്ടുള്ള ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു. ചില പിള്ളേർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പൊ അത്ര ഇവനും വേറൊരു കൊച്ചു അല്ലേ ഇതിന്റെ അടുത്തിരിക്കുന്നു. ഒരു വിഷയമില്ല, അവര് ഒരു പ്രശ്നത്തിനും ഇല്ല, ഒന്നിനും ഇല്ല. അവരവിടെ അടങ്ങി ഒതുങ്ങി പാവമായിട്ടിരിക്കുന്നു പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ അധികം പാവം ആവാൻ പാടില്ല, ചില ആക്റ്റീവ് ആകണം. നല്ല പിള്ളേര് ചില വലിയ മാറ്റമൊന്നും വരികയല്ലോ. അതെ, പതുങ്ങി. അതെ, നിന്റെ ഒക്കെ സ്വഭാവം വെച്ചിട്ടല്ലേ. നീയൊക്കെ മനുഷ്യനോട് മിണ്ട് വരുന്നു, ഒരാക്ഷരോട് മിണ്ട് ഇല്ല. അത് ശരിയാ, അതുപോലൊക്കെയാ പിള്ളേരും വരുള്ളൂ. ഞാനും അധികമൊന്നും മിണ്ടത്തില്ലായിരുന്നു. പക്ഷെ നമ്മള് കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ സംസാരിക്കാനും ആളുകളുമായിട്ട്. ഒട്ടും മിണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും എന്ന് പറഞ്ഞ ഒട്ടും മിണ്ടില്ലായിരുന്നു. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ നഴ്സിംഗിന് വന്നതിന് ശേഷം. അതെ, ആദ്യക്കുട്ട നിന്റെ തലയേ ഉള്ളു, നിന്റെ തല. പക്ഷെ എന്റെ മമ്മിയും പപ്പയും എന്ന് പറഞ്ഞിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റാ. അവര് ഭയങ്കരമായിട്ട് വർത്താനം പറയുമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പോയില്ലേ? അല്ല, നമ്മളിപ്പോ നമ്മള് അങ്ങനെ അനാവശ്യമായിട്ടുള്ള സംസാരമൊന്നുമില്ല കേട്ടോ. ആവശ്യം ചെറുക്കാ, ഇത് ഈ പഴം എന്റെ ചെവി കിടക്കൊണ്ടിട്ട് കുത്തി നാശമാക്കാം. അത് കഴിച്ച് പശക്കോല തോന്നിട്ട് കടന്ന് ഒരു പഴം മേടിച്ചു കൊടുത്തു. അത് ഇട്ട് ഉരുട്ടി നാശമാക്കും, കഴിക്കുകയില്ല. അപ്പൊ അതാണ് ഇവന്റെ സ്കൂളിലെ വിശേഷങ്ങള്. അധികം സംസാരം ഓവറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ചെയ്യുന്നുണ്ട്, പറയുന്നതൊക്കെ മര്യാദക്കാരനാന്ന് അഭിപ്രായം പറഞ്ഞു. ഇപ്പൊ ഇനി മുന്നോട്ട് എങ്ങനെ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ബനാന അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. അന്നൂട്ടേ, ബനാന ഓക്കെ. ബനാന ഓക്കെ കഴിക്കടാ. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് നോക്കിക്കാടി.